ഇവിടെ പബ്ബുണ്ട്. പബ് പാർട്ട് ടൈം ആണോ? ഇതാണ് കേട്ടോ ഡിന്നറിന് പോകാനുള്ള ഔട്ട്ഫിറ്റ്. ഭയങ്കര തിരക്കാണ്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വിനോദേട്ട, നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ഓക്കെ, നമ്മൾ എന്തിനാ വന്നേ? അതെ, ഇതെനിക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. വിനോദേട്ടൻ പറഞ്ഞു 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്തോ, നമ്മളൊരു സ്ഥലം വരെ പോവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങടാ പോകുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് 2 days സ്റ്റേ എന്നുള്ളത്. വിനോദേട്ട, എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്? എന്തൊക്കെയാന്ന് പറ. ഇവിടെ എന്തൊക്കെയാ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡിലുള്ള റൂംസ് ഉണ്ട്. അതായത് എക്സിക്യൂട്ടീവ്, എന്താണ് ക്ലാസിക്, എക്സിക്യൂട്ടീവ്, ബിസിനസ്, പിന്നെ പലതരത്തിലുള്ള റൂംസ് അങ്ങനെ. പിന്നെന്താണ്, പിന്നെ അമിറ്റീസ്, ജിമ്മ്, സ്പാ, പൂള്, പിന്നെന്താ ഗോൾഫ്, പിന്നെ മറ്റിവിടെ സൂ ഉണ്ട് അടുത്ത്, സഫാരി. അപ്പം നമുക്ക് അതിൽ സഫാരി ചെയ്യാം. അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പൊ 2 days നമ്മളിവിടെ അടിച്ചു വിളിക്കാൻ പോകുന്നല്ലേ? ഓക്കെ, കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതൊരു ക്ലാസിക് റൂമാണ് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഞാൻ തുറക്കുന്നില്ല. മിസ്റ്റർ വിനോദ് ടീച്ചേ, ഒന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ. ഹെൽത്ത് എല്ലാ സെറ്റപ്പും ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തൊക്കെയാണ് ഇവിടെ റിസോർട്ടിൻ്റെ പുറത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുണ്ട് പുറത്ത്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് മഴ പെയ്തായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഇവിടെ പബ്ബുണ്ട്. പബ്ബ് മാത്രമല്ല കേട്ടോ, സ്പാ ഉണ്ട്, ഗോൾഫ് ഉണ്ട്, പൂളുണ്ട്, ജിമ്മുണ്ട്, കുറേ ഉണ്ട്. വിനോദേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Yes, thank you very much. So, 8-digit code on your ticket is there. Just need to key that code into the second ball machine you get to on the drive. Really pressurising to try and get that equaliser much better now. And they would have free kick. Tyler Diblin, who's come on, young man, lots of potential. He can teach glides past players. It's him that wins the free kick on the right hand side. വിനോദേട്ടൻ ഗോൾഫ് കളിക്കാൻ പോവാണ്. എന്തോ ബോൾ എവിടെയാണ്? ബോൾ ഇതിനകത്ത് അടിക്കണം. ഇതിനൊന്ന് അടിച്ചുകൊണ്ട് നമ്പർ അടിച്ചാലേ ബോൾ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ ദേ വരുന്നു പറഞ്ഞോണ്ട് നോക്കി നിൽക്കണത്. നീ അതൊക്കെ പിറക്കിയിടൂ. പരിപാടിയാ. എനിക്കൊരു പിടുത്തില്ലട്ടെ സംഭവം എങ്ങനെയാണെന്നുള്ളത്. അറിയോ? പിന്നെ നല്ല വെയിലിട്ടിട്ടാ. ഷോ ഇറക്കണ്ട, അടിക്കണോ? എല്ലാം നടക്കൂ. ആ, കുഴപ്പമില്ല. ആദ്യം ഉണ്ടാവും, രണ്ടാമതുണ്ടാവും. ഓക്കെ, വോ, കുഴപ്പമില്ല. അതേട്ടല്ലേ?
ഇത് ശരിക്കും ഇതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. എന്താ ഗെയിം എന്ത് ഗെയിം എങ്ങനെയാണെന്നൊന്ന് ശരിക്കും പറയേ. നീ അവിടെ നിന്ന് പിടിച്ചേ അങ്ങനെ കളിച്ച് കളിച്ച് വിനോദനെ കളിക്കാൻ പഠിച്ചു. ഈ ഗെയിം എങ്ങനെയാണെന്ന് പറ. ഫ്രീ റേഞ്ച് കളിക്കുന്ന നമ്മൾ ചുമ്മാ അടിച്ച് കളിക്കുന്ന അത്രേ ഉള്ളൂ. ശരിക്കും ഗെയിം അങ്ങനെയല്ല. വിനോദേട്ടനവിടെ ഭയങ്കര കളിയാണ്, എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. മിസ്റ്റർ എന്താടി പോണ്ടേ? പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞാൻ കളിച്ചതിന് ശേഷം എന്തേ അടുത്ത് കൈവേദനിക്കാൻ തുടങ്ങി. ആ പിന്നെ അടിച്ചിടാനുള്ളവരാണ് എപ്പോഴാണെങ്കിലും അടിച്ചിടും. അടിച്ചോടി. അവിടെ അല്ല, അവിടെ പോയിന്റ് വെച്ചേക്കണുണ്ടോ, അങ്ങോട്ടേക്ക് അടിച്ചിട്. 200 ആണ്. 200 അല്ല, 250 ആണെന്ന് തോന്നുന്നു. വേണ്ട, നീ 100 എങ്കിലും അടിക്ക്. 100 മീറ്റർ എങ്കിലും അടിക്ക്. അയ്യോ, അതിന് നോവും. എവിടെയാ പോയി? ആ ബെസ്റ്റ്. എത്ര മീറ്റർ? 200 മീറ്ററോ? 500 മീറ്റർ. ഇവിടെ ഒരു ഫോട്ടോ എടുത്താവോ? അയ്യോ, സൂര്യൻ അണ്ണാക്കിലോട്ടാണ് അടിക്കണത്. എടുത്തരാം. ഞങ്ങളങ്ങനെ നടന്ന് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തെത്തി. ഇതാണ് ശരിക്കും ഗോൾഫ് കളിക്കുന്ന സ്ഥലം. മറ്റേത് ഫ്രീ റേഞ്ചായിട്ട് നമുക്ക് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട്, ഇത് ശരിക്കും നമ്മൾ ഗെയിം അറിയണം കളിക്കണമെന്നുണ്ടെങ്കിൽ. അതെ, പിന്നെ ഇവിടെ ചെറിയൊരു എന്തോ കുളമോ അരുവിയോ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു പാലവും ഉണ്ട്. പിന്നെ അതേ അങ്ങോട്ടേക്ക് അവിടെ ജിമ്മും പൂളൊക്കെ ഉണ്ടുള്ളത്. പൂളിൽ നമുക്ക് കുറച്ച് നേരം കുളിച്ചിട്ട് അവിടെ വന്നിട്ട് റെസ്റ്റൊക്കെ ചെയ്യാം. അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ ഗോൾഫ് ഉള്ളത്, അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട്. എല്ലാം നന്നായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. കേട്ടോ അവിടെ ഗോൾഫ്, അവിടെ ആൾക്കാർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഹിന്ദി പറയുന്നത്. ഗോൾഫ് ഗ്രൗണ്ടിൽ സൈഡിലെത്തിയപ്പോൾ ഇവിടെ ആപ്പിൾ മരം നിൽക്കുന്നുണ്ട്. കുറേ ആപ്പിളുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ താഴെ വീണ് പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അതുകൊണ്ടോ ഇവിടെ ഫുള്ള് ആപ്പിളുകൾ ഇങ്ങനെ വീണ് നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ ജിമ്മ്, ഹെൽത്ത് ക്ലബ്. അപ്പോൾ വിനോദമായിട്ട് ഞാൻ ജിമ്മിൽ പോയില്ല, അതുകൊണ്ട് ജിമ്മിൽ കളിക്കണം എന്നും പറഞ്ഞതേ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പുറത്തൊക്കെ പോയി വന്ന് ഗോൾഫൊക്കെ കളിച്ച് ഇപ്പോൾ ഇവിടെ വിനോദേട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡിന്നറിന് പോകാൻ പോവാണ്. എൻ്റെ ഡ്രസ്സും കൂടി അയൺ ചെയ്ത് തരുമോ വിനോദേട്ടാ? എന്നാ തയ്ച്ചു തരുമോ പ്ലീസ്? ആലോചിക്കണ്ട, തെച്ചാൽ മതി. ഇതേ ഇവിടെ വെച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ ഡിന്നറിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെ ഇതാണ് കേട്ടോ ഡിന്നറിന് പോകാനുള്ള ഔട്ട്ഫിറ്റ്. അവിടെ ഇതിന് മര്യാദ കാണുന്നുണ്ടായിരുന്നില്ല. ഔട്ട്ഫിറ്റ്
ഫുഡ് മുഖ്യമ്പിക്കില്ലേ? അതെ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അങ്ങോട്ടേക്കുണ്ട്, അവിടെയാണ്, അവിടെ ബാറൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നൈസ് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. എന്താണ് ചെയ്യുന്നത് മോളെ? സന്തോഷമില്ലാത്ത അവർ കുറേ ലേറ്റ് വന്ന് ഫുഡ് തരാൻ കഴിച്ചു, എന്നിട്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടർ എത്തി കഴിച്ചോ? സ്റ്റാർട്ടർ കഴിക്കുമ്പോഴത്തേക്ക് അവർ മറ്റേത് കൊണ്ടുവന്നില്ലെങ്കിലോ. അതെ, ജീന മോളാരാന്നറിയും. അതെ, ഞാൻ ആരാണ് വിശന്ന് കഴിഞ്ഞാൽ തനി ചന്തമറിയാന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മെയിൻ കോഴ്സ് എത്തിക്കുവാണ്. ഞായറാഴ്ച പറഞ്ഞത്, വിനോദോട്ടൻ സ്റ്റേക്കാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളത് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മുടെ പുഡിങ്ങും വന്നു. അപ്പോൾ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് തിരിച്ചു പോവാം. ചായ വയറ് നന്നായിട്ട് നിറഞ്ഞു. അപ്പോൾ 2 കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ല ടയർഡായി കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പം നാളെ കാലത്ത് കാണാം. അങ്ങനെ ഞങ്ങൾ സ്പായ്ക്ക് പോവുകയാണ് കാലത്ത് തന്നെ, അല്ലേ വിനോദേട്ടാ? നമ്മളിപ്പോൾ സ്പാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ സ്പായും അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്തായിരുന്നു. കാരണം വീക്കെൻഡ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ സ്പായും ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പായ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്പായ്ക്ക് കയറിയപ്പോൾ വേറെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. കാരണം അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രൈവസി മാനിച്ചിട്ട് നമ്മൾ വേറെ വീഡിയോസൊന്നും അവിടെ എടുത്തിട്ടില്ല. നമ്മൾ പെഡിക്യൂറ്, മാനിക്യൂറ്, പിന്നെ ഹെഡ് മസാജ്, ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഫേഷ്യൽ, ഇതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ചെറിയ ബോട്ടിൽസ് നമുക്കവർ ടെസ്റ്ററായിട്ടും തരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നല്ലതായിരുന്നു, എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് തന്നെയായിരുന്നു. നമ്മൾ പൂളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ചേഞ്ചിങ് റൂംസൊക്കെ ഉണ്ട്, ലോക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ബിലോങ്ങിങ്സ് ആയ സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാത്തും ഷവറും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ട് നേരെ പൂളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നേരെ തന്നെ അവിടെ നമുക്ക് ഷവറും പിന്നെ നമുക്ക് ഒരു സ്റ്റീം ബാത്തിൻ്റെ ഒരു ഇതുണ്ട്, ഒരു റൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ ഷവറുണ്ട്. പിന്നെ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പൂളിലേക്ക് ഇറങ്ങാം. കുറച്ച് നേരം ഞങ്ങൾ സ്വാനാബാത്തിലിരുന്നു. നല്ല ചൂടായിരുന്നു, നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം സമയം ഇരുന്നില്ല. പെട്ടെന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ പൂളിലേക്ക് പോയി. അങ്ങനെ നമ്മൾ പൂൾ ഏരിയയിലെത്തി. ഇതാണ് നമ്മുടെ പൂള്. അപ്പുറത്ത് തന്നെ ജിമ്മുണ്ട്. വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെറിയൊരു ജാക്രോസി പോലൊരു ഇതുണ്ട്. ഇവിടെ നിന്ന് അതെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് പുറത്തേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് അവിടെയും പോയിരുന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പൂള്. ഞാൻ അധികം കാണിക്കാത്തത് കാരണം പൂളിൽ ആൾക്കാരുണ്ട്, അവരെ കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് കാണിക്കാത്തത്. ആൾക്കാരെന്ന് വെച്ചാൽ ഒരാളുള്ളൂ. ഇപ്പോൾ കാലത്ത് തന്നെയാണ്, അതുകൊണ്ട് നല്ല തിരക്കുറവാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ ഞാനിത് കാണിച്ചു തന്നായിരുന്നു ഗോൾഫിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ. അത് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ കാലത്ത് തന്നെ ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവാണ് കേട്ടോ. ഉണ്ടോ?
ഇതിനോളെ റെസ്റ്റ് ഇൻ പീസ് ആണോ? ആയിക്കോട്ടെ, ഇറങ്ങടി, ഫുള്ളിറങ്ങാം. വിക്രമാദിത്യനും വേതാളോ ഇത് വിക്രമാദിത്യം ഞാൻ. റെസ്റ്റിംഗ് ആണോ? ജക്കൂസിൽ കയറണ്ടേ? ജക്കൂസിൽ കയറണോ? ജക്കൂസിൽ ഭയങ്കര തിരക്കാണ് കേസ്. അതുകൊണ്ട് ഞങ്ങൾ പുള്ളി തന്നെ ഫുൾ ലൈഫ് യോയ്യോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കുണ്ട്. അവിടെയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. റെസ്റ്റോറൻറ്റൊക്കെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. എന്നാ കേട്ടോ ഫോട്ടോ എടുക്കാം. അതെ, ഓക്കെ. എന്താ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കഴിക്കുന്നത്? അല്ലെങ്കിൽ കപ്പ് കുപ്പ് കഴിക്കുന്ന നിങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ? വേഗം കഴിക്കുക, ചെക്കൗട്ടിന് സമയമായി. വീഡിയോ എടുക്കുന്നതാണ് പറഞ്ഞപ്പോൾ വീണാട്ടം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഫസ്റ്റ് റൗണ്ട് കേട്ടോ. അടുത്ത മെനു വേറെ വരും സെക്കൻഡ് റൗണ്ടിൽ. അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ്. സ്റ്റേ ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വിനോദേട്ട സ്റ്റേ? ഞാനല്ലേ ചോദിക്കണ്ടേ? സ്റ്റേ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പായാണ്. സ്പായിൽ നമ്മളധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം മസാജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ, പ്രൈവസി, നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയൊക്കെ റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. അടിപൊളിയായിരുന്നു സ്പാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. മസാജും ഹെഡ് മസാജ്, ബോഡി മസാജൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് ഫോർ ദ ബർത്ത്ഡേ ഗിഫ്റ്റ്. എണ്ണി വെച്ചേക്കട എന്തൊക്കെയാണ് റെസീപ്റ്റ് സഹിതം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്ര ഉള്ളു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ബൈ.